പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് ന്യൂസ്. ക്രിക്കറ്റിലെ എക്കാലത്തെയും റിയൽ ടൈം ഹീറോ. ഒരു ട്രെയിൻ യാത്രയിൽ സുന്ദരിയായ ആ യുവതിയോടുള്ള അയാളുടെ പ്രണയാഭ്യർത്ഥന അത്ര മനോഹരമായിരുന്നു. ഡു യു വാണ്ട് ടു ടേക്ക് എ പിക്ചർ ഓഫ് ദിസ് പ്ലേസ് സോ ദാറ്റ് വി ക്യാൻ ഷോ അവർ ചിൽഡ്രൻ? ഇതുപോലെ വ്യത്യസ്തമായ ഒരു വിവാഹാഭ്യർത്ഥന നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും? കപിൽ ദേവ് രാംലാൽ നികഞ്ച് എന്നും വ്യത്യസ്തനായിരുന്നു. കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും അയാളിലെ വ്യത്യസ്തതകൾ അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതാകുന്നു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച നായകന്മാരോട് അവരുടെ ടീമിലേക്ക് ആദ്യം ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ആദ്യം അവകാശപ്പെടുന്നത് ഒരു സച്ചിൻ ടെണ്ടുൽക്കറെയോ ഡൊണാൾഡ് ബ്രാഡ്മാനെയോ വിവിയൻ റിച്ചാർഡ്സിനെയോ ആയിരിക്കില്ല, മറിച്ച് ഇദ്ദേഹത്തിനെ ആയിരിക്കും. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരൊറ്റ നിമിഷം കൊണ്ട് കളിയുടെ ഗതി മാറ്റാൻ കഴിയുന്ന അപൂർവ ജനുസ് ഏതൊരു ക്യാപ്റ്റന്റെയും സ്വപ്നമായിരിക്കും. അയാളിലെ നായക മികവാകട്ടെ ചോദ്യം ചെയ്യാനാവാത്ത വിധം ലോകത്തിലെ ഏതൊരു ടീമും കൊതിക്കുന്നതും. ഒരു സമ്പൂർണ്ണ അത്ലറ്റ്, അതുതന്നെയാണ് അദ്ദേഹം. ഒറ്റ വാക്കിൽ കപിലിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു പദമില്ല. നിർണായക നിമിഷങ്ങളിൽ അയാളിലെ രക്ഷകൻ ബൗളറായി അല്ലെങ്കിൽ ബാറ്റ്സ്മാനായി അല്ലെങ്കിൽ ഫീൽഡറായി അവതരിക്കുന്ന എത്രയോ മുഹൂർത്തങ്ങളാണ് കപിൽ സമ്മാനിച്ചത്. വിഷമിച്ചാലും തങ്ങളുടെ ആരാധനാപാത്രങ്ങളെ മറന്ന് ഏറ്റവും മികച്ചവനായി കപിലിനെ പ്രതിഷ്ഠിക്കാൻ ക്രിക്കറ്റ് പ്രേമികളെ നിർബന്ധിതനാക്കുന്നതും അയാളിലെ അമാനുഷിക വ്യക്തിത്വം തന്നെയാണ്. മറ്റു ലോകോത്തര താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ ചോദിച്ചാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമ്പോൾ അവിടെയും കപിൽ നിങ്ങളെ തോൽപ്പിക്കുന്നു. കപിൽ എന്ന താരോദയം തന്നെ ഒരു മാറ്റത്തിന്റെ പുതിയ സൂചനയായിരുന്നു, ഒരു വിപ്ലവമായിരുന്നു. സ്പിന്നർമാർക്ക് ഗ്രിപ്പ് കിട്ടുന്ന വിധത്തിൽ പുതിയ പന്തിനെ പരുവപ്പെടുത്തി എടുക്കാൻ മാത്രം ഓവറുകൾ എറിഞ്ഞു തീർക്കുന്ന ഇന്ത്യയിലെ മീഡിയം പേസർമാർക്ക് ഒരു ബഹുമാനവും കൊടുക്കാതിരുന്ന കാലഘട്ടത്തിൽ ഒരു ഇന്ത്യൻ പേസറെ നേരിടാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബാറ്റ്സ്മാൻ ഹെൽമെറ്റ് അണിഞ്ഞിറങ്ങി എന്നത് തന്നെ വലിയ വിപ്ലവമായിരുന്നു. 35 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ 1983 സിംബാബ്വേക്കെതിരായ കപിലിന്റെ 175 റൺസ് ഇന്നിംഗ്സ് പ്രതിഷ്ഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിലാണ് നീങ്ങുന്നത്. അന്ന് 17 റൺസിന് 5 വിക്കറ്റ് നഷ്ടപ്പെട്ട ഒരു ടീമിനെ കൈപിടിച്ചുയർത്തിയ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ പുറത്താകാതെ 175 റൺസ് എന്നത് ബാറ്റിംഗിൽ തീരെ വിപ്ലവമില്ലാത്ത ആ കാലഘട്ടത്തിലെന്നല്ല, ഈ കാലഘട്ടത്തിലെയും വരാനിരിക്കുന്ന കാലഘട്ടത്തെയും ഏറ്റവും മികച്ച ഇന്നിംഗ്സ് ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാം. മഹാരഥന്മാർ അണിനിരന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഏകദിന ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി ആദ്യം നേടാൻ കപിൽ ദേവ് വേണ്ടി വന്നു എന്നത് തന്നെ ആ കാലഘട്ടത്തിന്റെ കാവ്യനീതിയായിരിക്കണം. നിർണായക നിമിഷങ്ങളിൽ ടീമിനെ ബാറ്റിങ്ങിലൂടെ കൈപിടിച്ചുയർത്താനുള്ള കഴിവ് തന്നെയാണ് കപിലിനെ തികവുറ്റ ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാൻ ഏവരും മടിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കുന്നത് തന്നെ കപിലിന്റെ ബാറ്റിംഗ് പ്രതിഭയോടുള്ള കുറച്ചുകാട്ടലുമായിരിക്കും. യഥാർത്ഥത്തിൽ തന്റെ സ്വതസിദ്ധമായ ബാറ്റിംഗ് ശൈലിയെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചത് മുതൽ അടുത്ത തലത്തിലേക്ക് ഉയർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും കഴിവുകളും ഉണ്ടായിട്ടും യാതൊരു മാറ്റവും വരുത്താൻ തയ്യാറാകാതെ കരിയറിലെ അവസാന മത്സരവും കളിച്ചു എന്നതാണ് ഏറ്റവും അതിശയകരം. അല്ലെങ്കിൽ മഹാരഥന്മാരായ ബാറ്റ്സ്മാൻമാർ അണിനിരക്കുന്ന ഇന്ത്യൻ ലൈനപ്പിൽ തന്നെ ഏറ്റവും ആവശ്യം ഒരു ബോളർ എന്ന നിലയിലാണ് എന്ന ബോധ്യമാകാം ചെമ്പുകളോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ കപിലിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. കപിൽ ദേവ് എന്ന മനുഷ്യനെ ഏത് രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അടയാളപ്പെടുത്തും എന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയുമെന്നത് ഒരു സാധാരണക്കാരനെയും ക്രിക്കറ്റ് പണ്ഡിതന്മാരെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലെത്തിക്കും. ബാറ്റ്സ്മാൻമാരും സ്പിന്നർമാരും അരങ്ങുവാഴുന്ന പേസ് ബോളിങ്ങിനെ തീരെ പിന്തുണയ്ക്കാത്ത ഇന്ത്യയിലെ വരണ്ട പിച്ചുകളിൽ എറിഞ്ഞു തളർന്ന ഒരാൾ ഒരു തരത്തിലും പേസ് ബോളിങ്ങിന് സാഹചര്യമില്ലാത്ത ഒരു നാട്ടിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വേട്ടക്കാരനാകുക എന്നത് അക്കാലത്തെ ഒരു സാധാരണ ക്രിക്കറ്റ് പ്രേമിയുടെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകാൻ ഇടയില്ലായിരുന്നു. കപിലിന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് 40 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം വിരമിച്ച് 20 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യൻ പേസ് ബോളിങ്ങിന് ഇപ്പോഴും അതിന്റെ ബാലാരിഷ്ടതയിലാണെന്ന് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഹരിയാന ഹരിക്കൈൻസ് ഒരു അത്ഭുതമാകുന്നത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയാർന്ന പേസർമാരുടെ ഇടയിൽ കപിൽ ദേവ് ഇല്ലായിരിക്കാം, എന്നാൽ കളിക്കളത്തിലെ പോരാട്ട വിരിവും കൗശലവും ആത്മസമർപ്പണവും അതിനെല്ലാം ഉപരി പറയുന്ന കണക്കുകളും തന്നെയാണ് ലോക ക്രിക്കറ്റിൽ മറ്റാർക്കും സാധിക്കാത്ത നേട്ടങ്ങൾ കപിലിനെ തേടിയെത്തിയതും. ഒരേ സമയം 2 ഫോർമാറ്റുകളിലും ഏറ്റവും വലിയ വിക്കറ്റ് വേട്ടക്കാരനാവുക എന്ന ബഹുമതിയുടെ സൂക്ഷിപ്പുകാരൻ ആദ്യമാകാൻ പറ്റിയത് ഒരേ ഒരു കപിലിന് തന്നെയായിരുന്നു. ഒരുപക്ഷെ കപിലിന്റെ കരിയറിലെ 95% കളികളിലും കപിൽ എന്ന മനുഷ്യൻ ഒന്നുകിൽ പന്തുകൊണ്ട് അല്ലെങ്കിൽ ബാറ്റ് കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ ഭാഗവാക്കായിരുന്നു. ഒരു കളിക്കാരൻ ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കുക, കൂടാതെ ലോക ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടി ചരിത്രം സൃഷ്ടിക്കുക, അതിനൊക്കെ പുറമെ ഒരു രാജ്യത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ ക്യാച്ച് എടുക്കുക, ശൂന്യതയിൽ നിന്ന് ഒരു രാജ്യത്തിന് അപ്രതീക്ഷിതമായ ഒരു ലോകകപ്പ് വിജയം നേടിക്കൊടുത്ത് ഗെയിമിൽ രാജ്യത്തിന്റെ പുതുതലമുറയ്ക്ക് പ്രചോദനമാകാൻ കഴിയുക. കപിൽ ദേവിന്റെ നാൾ വഴികൾ ഏതൊരാൾക്കും പ്രചോദനം തന്നെ. 1983 ലോകകപ്പിലെ നിർണായകമായ 175 റൺ കരിയറിന്റെ അവസാന കാലത്ത് ആത്മസമർപ്പണത്തിന് ക്രിക്കറ്റ് തിരിച്ചു നൽകിയ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വിക്കറ്റ് വേട്ടക്കാരൻ എന്ന റെക്കോർഡ് 1983 ഫൈനലിൽ വിവിയൻ റിച്ചാർഡ്സൺ എന്ന കൂറ്റൻ കളിക്കാരനെ 30 വാര പിറകോട്ടോടി അവിശ്വസനീയമായ ക്യാച്ച് എടുത്ത ടീമിന്റെ ലോകകപ്പ് വിജയത്തിൽ നിർണായകമാവുക. ആ കപ്പ് കപിലിന്റെ മാത്രം ലോകകപ്പായിരുന്നു. ആ ലോകകപ്പിലെ 8 മാച്ചുകളിൽ
303 റൺസ്, 12 വിക്കറ്റ്, 7 ക്യാച്ചുകൾ, എല്ലാ രീതിയിലും വിശ്വവിജയികളുടെ യഥാർത്ഥ നായകൻ അയാൾ തന്നെയായിരുന്നു കപിൽ ദേവ്. ലോകകപ്പുകളുടെ ഇന്നോളമുള്ള ചരിത്രമെടുത്താൽ കപിലിനെ പോലൊരു ആൾറൗണ്ട് പ്രകടനം നടത്തിയ ഒരു നായകനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും കണ്ടില്ലെന്നും വരും. ലോക ക്രിക്കറ്റിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് കപിൽ എന്ന് പറയേണ്ടി വരും. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന തത്വത്തിൽ വിശ്വസിച്ചിരുന്ന കപിൽ ഒരിക്കലും തന്റെ മേലെ ബൗളർമാർക്ക് മേധാവിത്വം അനുവദിക്കാറില്ലായിരുന്നു. ടെന്റ് ബ്രിഡ്ജിൽ 17 റൺസിന് 5 വിക്കറ്റുകളും 78 റൺസിന് 7 വിക്കറ്റുകളും വീണപ്പോഴും ആറാമനായി എത്തിയ 24-കാരൻ നായകൻ ടീമിനെ 8 വിക്കറ്റിന് 266 റൺസിലെത്തിച്ചപ്പോൾ 175 റൺസ് നേടാൻ 138 പന്തുകൾ മാത്രമേ എടുത്തുള്ളൂ. 16 ഫോറുകളും 6 സിക്സറുകളും അലങ്കരിച്ച ആ അത്ഭുത ഇന്നിംഗ്സിന് ചരിത്രത്തിൽ പകരം വയ്ക്കാൻ മറ്റൊരു ഇന്നിംഗ്സ് ഇല്ലതാനും. പിന്നീട് ഇന്ത്യക്കാരുടെ അടക്കം ഇരട്ട സെഞ്ചുറികളുടെ വലിയ മഴ തന്നെ കണ്ടിട്ടും കപിലിൻ്റെതിന് പകരം വയ്ക്കാൻ മറ്റൊരു ഇന്നിംഗ്സിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ടീം തകരുമ്പോഴും കപിൽ എതിർപാളയത്തിലേക്ക് പട നയിക്കുകയായിരുന്നു എന്നാണ് പറയുക. സന്ദർഭവും സാഹചര്യവും പ്രതിസന്ധി ഘട്ടവും കണക്കിലെടുക്കുമ്പോൾ അവിശ്വസനീയം എന്നേ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. 7 വർഷത്തിന് ശേഷം 1990-ലെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ഫോളോ ഓൺ ഒഴിവാക്കാൻ 24 റൺസ് വേണ്ടിയിരുന്നപ്പോൾ 11-ാം മൻ നരേന്ദ്ര ഹിർവാനിയെ എതിർ ബോളർമാർക്ക് ബലി നൽകാതെ സംരക്ഷിച്ച് എഡ്ഡി ഹെമ്മിങ്സിനെ തുടർച്ചയായി 4 സിക്സർ പറത്തി ലോകത്തെ ഞെട്ടിച്ച കപിലിൻ്റേത് ഒരു പ്രതികാരം കൂടിയായിരുന്നു. 1983-ൽ വിശ്വവിജയിയായ കപിൽ തുടർച്ചയായ 2ാം ലോകകപ്പ് വിജയത്തിന് വളരെ അരികിലെത്തിയതായിരുന്നു അന്നത്തെ മത്സരം. ആ സെമി ഫൈനലിൽ 5 വിക്കറ്റ് കയ്യിലിരിക്കെ 87 റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിരുന്നത്. ക്രീസിൽ കപിൽ നിൽക്കുമ്പോൾ ഇന്ത്യ വിജയം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ അന്ന് ഹെമ്മിങ്സിന്റെ പന്തിലാണ് കപിൽ പുറത്തായത്. ആ ഒരൊറ്റ വിക്കറ്റ് വീണതോടെ ഇന്ത്യ പരാജയം സമ്മതിച്ചതുപോലെയാണ് പിന്നീട് കളിച്ചത്. ക്രിക്കറ്റിൽ ഒരു ശക്തിയെ അല്ലായിരുന്ന ഇന്ത്യക്ക് ഒരു ലോക കിരീടം സമ്മാനിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തിച്ച വിശ്വനായകനെ പക്ഷെ ബലിയാടാക്കി നായക സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുകയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് സമ്മാനമായി നൽകിയത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വിക്കറ്റ് വേട്ടക്കാരനായി 34-ാം വയസ്സിൽ അരങ്ങൊഴിയുമ്പോഴും മാന്യമായ ഒരു യാത്ര അന്നും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റിലാണ് മികച്ചവൻ എന്നതിനെ പറ്റി മറ്റുള്ളവരിൽ നിരന്തരം ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന അവസ്ഥാവിശേഷവും കൂടി കപിൽ സൃഷ്ടിക്കുകയുണ്ടായി. കപിൽ അരങ്ങൊഴിഞ്ഞ് 21 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോക ക്രിക്കറ്റിൽ ഓൾറൗണ്ടർമാരുടെ ഒരു കുത്തൊഴുക്കുണ്ടായിട്ടും ടെസ്റ്റിൽ 5000 റൺസും 400 വിക്കറ്റും തേക്കാൻ പറ്റിയത് കപിലിന് മാത്രം. മറ്റൊരാൾ ജനിച്ചിട്ടില്ല. എന്തിന് 4000 റൺസും 400 വിക്കറ്റും പോലും കപിലിന് മാത്രം സ്വന്തമായ നേട്ടം. പൊള്ളാക്കും വെട്ടോറിയും അടുത്തെത്തും എന്ന് തോന്നിച്ചെങ്കിലും കപിലിനൊപ്പം ഉയരത്തിൽ പറക്കാൻ അവരുടെ ചിറകുകൾക്ക് ശക്തിയില്ലായിരുന്നു. 184 ഇന്നിംഗ്സുകളിൽ ഒരിക്കൽ പോലും റൺഔട്ടായില്ല എന്നത് അത്ഭുതകരമായ ഒരു കണക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ആ റെക്കോർഡിനടുത്ത് പോലും മറ്റൊരാളെ കാണാൻ കൂടി പറ്റാത്ത സ്ഥിതിക്ക് വെറും 21-ാം വയസ്സിൽ 1000 റൺസും 100 വിക്കറ്റും നേടി അപൂർവ ഡബിൾ തികച്ച കപിലിന് പരിക്ക് കാരണം ഒരു ടെസ്റ്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ കായികക്ഷമതയുടെ ഉദാഹരണം കൂടി. മെൽബണിൽ കലശലായ പനിക്കിടയിലും കാഴ്ചവെച്ച ബൗളിംഗ് സ്പെൽ മറക്കാൻ പറ്റില്ലല്ലോ. 1990 ഓസ്ട്രേലിയക്കെതിരെ തോൽവി ഒഴിവാക്കി സമനില സമ്മാനിച്ച 138 പന്തിൽ നേടിയ 119 റൺസിന്റെയും 1992-ലെ ഇന്ത്യ തകർന്നടിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ 3-ാം ടെസ്റ്റിൽ 2ാം ഇന്നിംഗ്സിൽ 180 പന്തിൽ നേടിയ 129 റൺസിന്റെയും അതിമനോഹരമായ സെഞ്ചുറി എന്നിവയുടെയൊക്കെ വിലയിടാൻ പോയാൽ കുഴങ്ങിപ്പോകും. അലൻ ഡൊണാൾഡ് മാരക ഫോമിൽ പന്തെറിഞ്ഞ മാച്ചിൽ പുകൾപ്പെട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മറ്റൊരാൾക്ക് പോലും 17 റൺസിൽ കൂടുതൽ നേടാൻ പറ്റിയിരുന്നില്ല. സത്യത്തിൽ കപിൽ തന്റെ ബാറ്റിങ്ങിനോട് നീതി പുലർത്തിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകാറുണ്ട്. വരണ്ട ഏഷ്യൻ പിച്ചുകളിലായിരുന്നു കപിലിന്റെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനങ്ങളും സംഭവിച്ചതെന്നത് മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ ഏറെ വ്യത്യസ്തനാക്കുന്നു. പാകിസ്ഥാനെതിരെ 1980-ൽ ചിദംബരം സ്റ്റേഡിയത്തിൽ കാഴ്ചവെച്ച 7-56, 1983-ൽ ഇക്ബാൽ സ്റ്റേഡിയത്തിലെ 7-220, 1983-ൽ ഗദ്ദാഫി സ്റ്റേഡിയത്തിലെ 8-85, 1983-ൽ തന്നെ അഹമ്മദാബാദിൽ കരുത്തരായ വിൻഡീസിനെതിരായ 9-83 എന്നീ പ്രകടനങ്ങളൊക്കെ ഏഷ്യൻ പിച്ചുകളിൽ കപിലിനല്ലാതെ ആ കാലഘട്ടത്തിൽ മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ലായിരുന്നു. 1985-ൽ അഡ്ലൈഡിൽ ഓസ്ട്രേലിയക്കെതിരായ 8-85 പ്രകടനമൊക്കെ ഒരു ഇന്ത്യൻ ബൗളർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പ്രകടനമായിരുന്നു. തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വെടിക്കെട്ടുകാരനായ കപിൽ അക്കാര്യത്തിൽ വിവിയൻ റിച്ചാർഡ്സിനെ പോലും കടത്തിവിട്ടിയിരുന്നു. എല്ലാവരും കപിലിന്റെ 175 റൺസിന്റെ കഥ പറയുമ്പോൾ അതിനും 5 മത്സരങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരായ 38 പന്തിൽ കപിൽ നേടിയ 72 റൺസിന്റെ പ്രകടനം പലർക്കും അറിയില്ലായിരുന്നു. 1982-ൽ കപിലിന്റെ തുടർച്ചയായ 5 ടെസ്റ്റ് ഇന്നിംഗ്സുകൾ ഇങ്ങനെയായിരുന്നു: 98 പന്തിൽ 116, 69 പന്തിൽ 41, 55 പന്തിൽ 89, 55 പന്തിൽ 65, 93 പന്തിൽ 97. 2019 ലോകകപ്പ് ഇന്ത്യ ജയിച്ചാൽ താൻ ഷർട്ടൂരി ഓടുമെന്ന് പറഞ്ഞ കപിൽ അന്നും ഇന്നും തന്നിലെ ദേശസ്നേഹം അതുപോലെ പിന്തുടർന്നു. ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണലായി സേവനമനുഷ്ഠിച്ച കപിലിനെതിരെ
മനോജ് പ്രഭാകർ കോഴ ആരോപണം ഉന്നയിച്ച് അപഹാസ്യനായപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മാന്യമായ കപിൽ പൊട്ടിക്കരയുകയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞ ക്രിക്കറ്റ് പ്രേമികളായിരുന്നു. 2002 ഗാവസ്കറിനും സച്ചിനും മേലെ ക്രിക്കറ്റർ ഓഫ് സെഞ്ചുറി അവാർഡ് നേടിയത് കപിലിനുള്ള യഥാർത്ഥ അംഗീകാരം തന്നെയായിരുന്നു. കപിൽ, പ്രിയപ്പെട്ട കപിൽ, നിങ്ങൾ ഞങ്ങൾക്ക് നേടിത്തന്നത് ലോകകപ്പ് മാത്രമല്ല, ഉച്ചിരൻ പോരാട്ടമായ ക്രിക്കറ്റിനെ കൂടിയാണ്. വായുവിൽ ഉയർന്ന തല ഇടത്തോട്ട് ചരിച്ച് പന്തുകൾ സ്റ്റെമ്പിന് വർഷിക്കുന്ന കപിലിന്റെ ആക്ഷനെ പോലെ സുന്ദരമായ മറ്റെന്ത് കാഴ്ചയാണുള്ളത്? കപിൽ സമ്മാനിച്ച കാഴ്ചകൾ ഒരു തലമുറയെ ഉണ്ണാതെ ഉറങ്ങാതെ ക്രിക്കറ്റിനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കാൻ പ്രേരിപ്പിച്ചത് ലക്ഷക്കണക്കിന് യുവതയെയായിരുന്നു. ലോക ക്രിക്കറ്റിൽ ഏറ്റവും മികച്ചവനാര് എന്നതിന് നിങ്ങളുടെ ഉത്തരങ്ങൾ പലതായിരിക്കാം. കമന്റുകളായി രേഖപ്പെടുത്തുക. എന്നാൽ ശാരീരിക ക്ഷമത, കഠിനാധ്വാനം, ആത്മസമർപ്പണം, വരും തലമുറയ്ക്കുള്ള പ്രചോദനം നൽകൽ, ശൂന്യതയിൽ നിന്നും തന്റെ മികവ് കൊണ്ട് രാജ്യത്തിന് വിശ്വകിരീടം സമ്മാനിക്കുക, കളിയുടെ 3 മേഖലകളിലും ഒരുപോലെ മിന്നിത്തിളങ്ങുക, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ഗെയിമിലെ മഹാനാക്കുന്നതിൽ കപിൽ എന്ന മനുഷ്യനോളം വലിയ ഇതിഹാസം വേറെയില്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നത്. ഇന്നത്തെ 2020 യുഗത്തിലാണ് കളിച്ചിരുന്നത് കപിൽ എങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ആൾറൗണ്ടറുടെ മൂല്യം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. നഷ്ടം ക്രിക്കറ്റിന് തന്നെയാണ്. എന്നാൽ ഒരു കണക്കിന് ഈ യുഗത്തിൽ കളിക്കാത്തത് നന്നായി എന്ന് പറയേണ്ടി വരും. കാരണം വിലയിടാൻ പറ്റാത്ത കപിലിന് വിലയിടാൻ ശ്രമിച്ചു ഫ്രാഞ്ചൈസികൾ അപഹാസ്യരാകുന്ന കാഴ്ചയേക്കാൾ ദയനീയം വേറെയൊന്നുമില്ലല്ലോ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.